അരുണാചൽ പ്രദേശ് അനേകം ഗോത്രവിഭാഗങ്ങൾ ചേർന്ന ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ പർവ്വത സംസ്ഥാനം. അവിടെ മനുഷ്യരെ ചെപ്പടി വിദ്യ കാണിച്ച് കബളിപ്പിച്ചു പോന്നിരുന്ന ചില ദുഷ്ടശക്തികളുണ്ടായിരുന്നു. ഒരു ദിവസം അവർക്ക് ഒരറിയിപ്പ് ലഭിച്ചു. ദുഷ്കരമായ ഈ പർവ്വത പ്രദേശത്ത് ഒരു മാവീരൻ കടന്നുവരുന്നു എന്ന്. ഒരിക്കൽ അയാൾ ഇവിടെ കാലുകുത്തിയാൽ പിന്നെ ജനം അവൻ്റെ ശക്തിയുടെ പിന്നാലെ പായും. അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് അവനെ തീർക്കണം. സകല ദുഷ്ടാത്മാക്കളെയും ആവാഹിച്ചുകൊണ്ട് അവർ അയാൾക്ക് ഭയാനകമായ ഒരു കെണിയൊരുക്കി. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വല്ലാത്ത മരണക്കെണി. നീണ്ട 18 മണിക്കൂറുകൾക്ക് ശേഷം ആ വഴിക്ക് പാത അന്വേഷിച്ച് പട്ടാളക്കാർ വരുന്നുണ്ടായിരുന്നു. അവർ പാത കണ്ടെത്തുന്നതിനിടയിൽ അവരുടെ ശ്രദ്ധ എവിടെയോ ഉടക്കി. ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ സൈനികർ ഉടനെ പ്രേംഭായിയെ പിടിച്ചു കയറ്റി. ചരിത്രം പറയുന്നത് മഞ്ഞിനടിയിലായ പ്രേംഭായിയെ കണ്ടെത്തുന്നത് 30ഓളം പട്ടാളക്കാരാണെന്നാണ്. അത്ഭുതകരമായി തന്നെ ജീവനോടെ മഞ്ഞിനടിയിൽ നിലനിർത്തിയത് തൻ്റെ കൂടെയുള്ള കർത്താവാണെന്ന് പ്രേംഭായി പറയുന്നത് കേട്ട സൈനികർ അവിടെ വെച്ച് തന്നെ ക്രിസ്തുഭക്തരായി മാറി. അതാണ് അരുണാചൽ പ്രദേശിൻ്റെ അപ്പോസ്തോലനായ പ്രേംഭായി. വണ്ടിയുടെ കട്ടിയുള്ള ടയർ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പും ധരിച്ച് ഭൂമിക്ക് വലം വയ്ക്കുന്നതിനേക്കാളും ദൂരമാണ് ഈ അരുണാചൽ പ്രദേശിലെ പർവ്വതങ്ങൾക്ക് മുകളിൽ കാൽനടയായി യാത്ര ചെയ്ത് സദ്വാർത്ത പകർന്നുകൊടുത്തത്. അങ്ങനെ ഒരൊറ്റ വ്യക്തിയിലൂടെ അരുണാചൽ പ്രദേശിൽ 10,000-കണക്കിന് മനുഷ്യരാണ് ക്രിസ്തുവിനെ അറിഞ്ഞത്. മിഷണറി വീരനായ ഈ മനുഷ്യനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. 1953 ജനുവരി 15-ാം തീയതി മഹാരാഷ്ട്രയിൽ തിലക് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ബ്രദർ പ്രേംഭായി ജനിച്ചത്. മഹാരാഷ്ട്രയിലെ ശ്രീരാംപൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ അച്ഛൻ ഗേക്വാഡിൻ്റെയും അമ്മ ഭാഗാഭായിയുടെയും 9 മക്കളിൽ 5-ാമനായിരുന്നു പ്രേംഭായി. ഇവർ പിന്നീട് പൂനെയിലേക്ക് മാറി താമസിച്ചിരുന്നു. സഹോദരങ്ങൾ പറയുന്നത് പ്രേംഭായി വലിയ ദേഷ്യക്കാരനായിരുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്കണോമിക്സിൽ ബിരുദം നേടിയ ശേഷം പ്രേംഭായിക്ക് ഒരു വൈദികനാകണമെന്ന് മനസ്സിൽ ആഗ്രഹമുദിച്ചത്. പിന്നെ അതിൻ്റെ പിന്നാലെയായി പ്രേംഭായിയുടെ പാച്ചിൽ. അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ടായി, എനിക്കൊരു വൈദികനാകണമെന്ന് ആഗ്രഹമുണ്ടായി. ഉടനെ തന്നെ അദ്ദേഹം സെമിനാരിയിൽ ജോയിൻ ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം, അങ്ങനെ 14 സെമിനാരികളിലേക്ക് മാറി മാറി അദ്ദേഹം ജോയിൻ ചെയ്തു. ഒരിടത്തും അദ്ദേഹത്തിൻ്റെ ജീവിതം സക്സസ് ആയിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവസാനമായിട്ട് ഈ ദിനബന്ധു എന്നൊരു കപ്പുച്ചിൻ അച്ഛൻ, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം എക്സ് സെമിനാരിയൻസിനും അതുപോലെ തന്നെ എക്സ് വൈദികർക്കും എക്സ് സിസ്റ്റേഴ്സിനും വേണ്ടി ഒരു ആശ്രമം ബരേലി, ഉത്തർപ്രദേശ് ബരേലി എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. പ്രേംഭായിയും അതിൽ ജോയിൻ ചെയ്തു, അതിൽ അംഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. തമിഴ്നാട്ടുകാരനായ ഈ വൈദികൻ 1970 കാലഘട്ടത്തിൽ അരുണാചലിൽ കയറാൻ പറ്റാതെ അതിർത്തിയിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യം പകർന്നുകൊടുക്കുന്ന ഒരു മിഷണറി, ഫാദർ കുളന്തൈ സ്വാമി. എങ്ങനെയോ ഇവർ തമ്മിൽ കാണാൻ ദൈവം ഇടയാക്കി. ഫാദർ കുളന്തൈ സ്വാമി ആദ്യമായി ഹർമുത്തിയിൽ വന്നു. ഹർമുത്തി സ്റ്റേഷനിൽ വന്നു. ഒരു പുതിയ സ്റ്റേഷൻ
തുടങ്ങാനുള്ള ആഗ്രഹത്തോടു കൂടി വന്നു. അന്ന് ഫാദർ കുളന്തൈ സ്വാമി ഈ സ്റ്റേഷൻ ആരംഭിച്ചപ്പോൾ ഫാദർ കുളന്തൈ സ്വാമിക്ക് മനസ്സിലായി ഈ അരുണാചലിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കുളന്തൈ സ്വാമി അച്ഛന് മനസ്സിലായി. അതുകൊണ്ട് ഒരിക്കൽ ഫാദർ കുളന്തൈ സ്വാമി തൃച്ചി ചെന്നപ്പം അവിടെ വെച്ച് ബ്രദർ പ്രേംഭായിയുമായിട്ട് കാണുവാൻ സാഹചര്യമുണ്ടായി. ആ കാണാൻ സാഹചര്യമുണ്ടായപ്പോൾ ബ്രദർ പ്രേംഭായിയോട് ഫാദർ കുളന്തൈ സ്വാമി അരുണാചലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒത്തിരി സംസാരിച്ചു. അതിൽ നിന്ന് ഒത്തിരി ഇഷ്ടപ്പെട്ട് ബ്രദർ പ്രേംഭായി അരുണാചലിൽ വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. 1981 ബ്രദർ പ്രേംഭായി ഹർമുത്തി മിഷൻ സ്റ്റേഷനിൽ എത്തി. അന്ന് എന്ത് ചെയ്യുമായിരുന്നു? ബ്രദർ പ്രേംഭായി ബുവാതാരിങ് എന്ന് പറയുന്ന ആദ്യത്തെ കാറ്റഗിസ്റ്റ് പുള്ളിയുമായിട്ട് ഹർമുത്തി സെന്ററിൽ നിന്ന് മാർക്കറ്റിൽ വന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഹർമുത്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന അവരെ താമസിപ്പിക്കുവാൻ വേണ്ടി ഹർമുത്തി മിഷൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ബ്രദർ പ്രേംഭായി അരുണാചലിൽ കയറാൻ വന്നു. My name is Brother Prem Bhai. I belong to Benedictine and an oblate monk. I came across a missionary who started in the mission work for Arunachal Pradesh. പ്രേംഭായി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒരു കാവി വസ്ത്രമായിരുന്നു. അതുപോലെ തന്നെ പ്രേംഭായിയുടെ ഷെയ്പ്പ് എന്ന് പറയുന്നത് നീളമുള്ള താടി, നീളമുള്ള മുടി. ഇത് കണ്ടിട്ട് ഈ ആസാമിലുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു ഇതൊരു സാധുബാബായാണ്. ബ്രദർ പ്രേംഭായിയുടെ സൈസ് തീരെ കുറഞ്ഞതായിരുന്നു. എങ്കിലും ബ്രദർ പ്രേംഭായിയുടെ സ്വഭാവം കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുവാനുള്ള കഴിവ് കൊണ്ടും പ്രേംഭായിയുടെ ചിരി കൊണ്ടും മനുഷ്യരുടെ ഹൃദയം പ്രേംഭായി പെട്ടെന്ന് കവർന്നെടുത്തു. പ്രേംഭായിയുടെ പേര് ആദ്യം ഹെൻറി ഗായ്ക്വേഡ് എന്നായിരുന്നു. പക്ഷേ ഈ പ്രേംഭായിയുടെ സ്നേഹം കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ കൊടുത്ത പേരാണ് പ്രേം ഭായ്, സ്നേഹമുള്ള ഭായ്. അരുണാചൽ പ്രദേശിൽ ഇന്നും നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ILP എന്ന് പറഞ്ഞ് ഒരു പാസ് ഉണ്ടാക്കണം, അതായത് ഇന്നർ ലൈൻ പെർമിറ്റ്. ആ ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ നമുക്ക് ആർക്കും അരുണാചൽ പ്രദേശിൽ കയറാൻ പറ്റുകയില്ല. അന്ന് പ്രേംഭായി കാർപ്പൻറ്ററിൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞുകൊണ്ട് ഇന്നർ ലൈൻ പെർമിറ്റ് ഉണ്ടാക്കി 1982 ആദ്യമായി ദൊയ്മുഖ് എന്ന സ്ഥലത്ത് വന്നു. അരുണാചൽ പ്രദേശിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും പ്രേംഭായിയെ പറ്റി പറയും. പ്രേംഭായി മഹാരാഷ്ട്ര പൂനെയിൽ നിന്നുള്ള ഒരു ലേ ബ്രദറായിരുന്നു. ഈ ലേ ബ്രദർ ഇവിടുത്തെ മിഷൻ പ്രവർത്തനത്തെ പറ്റി കേട്ടപ്പോൾ അദ്ദേഹം അതിൽ പങ്കുപറ്റാനായിട്ട് ഇവിടെ ഹർമുത്തിയിൽ വന്നു. അദ്ദേഹം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഈ ജോലി ചെയ്യണമെന്നും പറഞ്ഞ് അദ്ദേഹവും അരുണാചൽ പ്രദേശിലേക്ക് ചിലപ്പോൾ പെർമിറ്റ് കൊണ്ട് കയറും, ചിലപ്പോൾ പെർമിറ്റ് മേടിക്കാതെ കയറും. അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും പോയി അദ്ദേഹം ആൾക്കാരോട് സംസാരിച്ചു, ആൾക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തി. അങ്ങനെ ആൾക്കാർക്കെല്ലാം സഭയോടൊരു പ്രതിപത്തി തോന്നി. അതുകൊണ്ട് പ്രേംഭായി ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചുമായിട്ടും അല്ല പോയത്. പുള്ളി ഇങ്ങനെ ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തി നല്ല ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളും സന്ദർശിച്ചു, രോഗികളെ സന്ദർശിച്ചു, രോഗികളെ അവിടുന്ന് കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിക്കും, രോഗികളുടെ അടുത്തിരുന്ന് അവരെ ശുശ്രൂഷിക്കും. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ബ്രദർ പ്രേംഭായിയുടെ ക്രിസ്തീയ ജീവിതം തന്നെ കണ്ടു കഴിഞ്ഞ് ആൾക്കാർക്ക് വളരെ ഇതാണോ ഒരു ക്രിസ്ത്യാനിയായാൽ ഒരാൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ആൾക്കാരെ നമ്മുടെ സഭയിലേക്ക് എല്ലാം ആകർഷിച്ചത്. ഫാദർ കുളന്തയും ഞാനും അന്ന് ഹർമുട്ടിയിലുണ്ട്. പ്രേംഭായി ഒരു ആശ്രമം തുടങ്ങാനായിരുന്നു അവിടെ വന്നത്. പക്ഷേ ആശ്രമം തുടങ്ങാൻ പറ്റിയില്ല. അതിന് പകരം ഈ ഫാദർ കുളന്തയുടെയും അരുണാചൽ പ്രദേശിൻ്റെയും ജോലികളൊക്കെ കണ്ടുകൊണ്ട് പ്രേംഭായി പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഈ അച്ഛനെ സഹായിക്കാം. അത് അങ്ങനെ അവിടെ അരുണാചൽ ജോലി ചെയ്യാൻ പറഞ്ഞു. വളരെ നല്ലൊരു കാര്യം പ്രേംഭായിയെ പറ്റി പറയാനുള്ളത്, പുള്ളിയെ വളരെ ത്യാഗം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ആൾക്കാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് പ്രേംഭായിയെ 1994 മുതൽ വളരെ വ്യക്തിപരമായിട്ടറിയാം. പ്രേംഭായിയുമായിട്ട് വളരെ അടുത്ത് ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായിരുന്നു. വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ
ജയ് ജിസു എന്ന് പറഞ്ഞായിരിക്കും എപ്പോഴും അദ്ദേഹം തുടങ്ങുക. അദ്ദേഹത്തിൻ്റെ ഓരോ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞു നിന്നിരുന്നു. എപ്പോഴും പ്രായഭേദമന്യേ മറ്റുള്ളവരിലേക്ക് അദ്ദേഹം ദൈവസ്നേഹം പകർന്നു കൊടുത്തിരുന്നു. ദൈവവചനം എല്ലാവരിലേക്കും എത്തിക്കുക, അതുമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അകന്നു മാറിപ്പോകുന്നവരെ അടുത്ത് ചേർത്ത് നിർത്തി ദൈവസ്നേഹം കൊടുക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഈ അരുണാചൽ പ്രദേശിലെ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചു. ചെറുപ്പക്കാരുടെയും പ്രായമായവരുടെയും എല്ലാം ഹൃദയങ്ങൾ ഒരേപോലെ കീഴടക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതിനെല്ലാം പ്രേംഭായി കരുത്താർജിച്ചത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയായിരുന്നു. പ്രേംഭായുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 2-3 ദിവസമൊക്കെ അദ്ദേഹം ആഹാരമൊന്നും കഴിക്കാതെ വനത്തിൽ ഏതെങ്കിലും ഗുഹയിലിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഒരു മലയിൽ കയറും. ആ മലയിൽ നിന്ന്, കാരണം ഈ അരുണാചലിലെ ഗ്രാമങ്ങളെല്ലാം ഓരോ മലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം അത് ഈ ശത്രുക്കളുടെ ഉള്ള ആക്രമണത്തൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ മലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു മലയിൽ കയറി നിന്ന് അടുത്ത മലയിലേക്ക് കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കും, ഈശോയെ ഞാൻ ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്, ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴേക്കും നിന്റെ വചനം ശ്രവിക്കുവാനായിട്ട് അവരെല്ലാം തയ്യാറാകണമേ എന്ന് കൈവിരിച്ച് നിന്ന് കൊന്ത ചൊല്ലി അദ്ദേഹം പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നത്. ആ ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക്, കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത്, കാരണം 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിനുശേഷം ഈ ഇതുപോലെ എല്ലാ ത്യാഗങ്ങളെടുത്ത് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നത്, ഈ ഗ്രാമത്തിലുള്ള രോഗികളെല്ലാം ഇങ്ങ് കൊണ്ടുപോവാ, തളർന്നു കിടക്കുന്നവരെയും അതുപോലെ തന്നെ മാറാ രോഗികളെ എല്ലാം ഇങ്ങ് കൊണ്ടുപോവാ. അങ്ങനെ അവരെല്ലാം ആൾക്കാരെല്ലാം ഇങ്ങനെ രോഗികളെല്ലാം അങ്ങ് കൊണ്ടുവരും. വേറൊന്നുമല്ല പറയുന്നത്, രോഗികളെ കൊണ്ടുപോവാ. രോഗികളെ അങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തും, അങ്ങോട്ട് കൊണ്ടുവരും. പ്രേംഭായി അങ്ങോട്ട് കൈവിരിച്ചൊന്ന് പ്രാർത്ഥിക്കും, അവരെല്ലാം സുഖപ്പെടും. ഈ സുഖപ്പെട്ട് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വലിയൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. കാരണം അവിടെ കൊണ്ടുവരുന്ന രോഗികളെല്ലാം സുഖപ്പെടുന്നു. പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടുന്നു, അവരോട് വചനം പ്രഘോഷിക്കുന്നു. അതിനുശേഷം ആ രാത്രിയിൽ തന്നെ അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. പ്രേംഭായി അങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ ആൾക്കാർ ഒത്തിരി പേര് സുഖപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അവിടുത്തെ ഈ ലോക്കൽ പൂജാരി, അതായത് ഇവർ ഹിന്ദുക്കളോ അല്ല മുസ്ലിങ്ങളോ അല്ല, അങ്ങനെയുള്ള മതം അല്ല അവങ്ങളുടെ ദൈവത്തിലല്ല ഇവർ വിശ്വസിക്കുന്നത്. ഇവർ വിശ്വസിക്കുന്നത് വലിയ പാറകളെ, വലിയ മരത്തെ, സൂര്യനെ, ചന്ദ്രനെ, അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശ്വാസം മുഴുവൻ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേഗം ഓടി ചെല്ലുന്നത് പൂജാരിമാരുടെ അടുത്തേക്കാണ്. ഈ അവരുടെ പൂജാരിമാർ, ആ പൂജാരിമാർ പറയും, നിങ്ങൾ ഒരു 10 മിഥുനെ കൊല്ലണം, അല്ലെങ്കിൽ ഒരു 10 പന്നിയെ ബലി അർപ്പിക്കണം. ഇങ്ങനെ കുറേ സാധനങ്ങൾ ലിസ്റ്റം കൊടുക്കും. അങ്ങനെ ഒത്തിരിയേറെ മനുഷ്യർ ഈ സാധനങ്ങളെല്ലാം ബലി കഴിച്ച് ജീവിതത്തിൽ പാപ്പരായിപ്പോയി. കാരണം ജീവിതത്തിൽ ഒന്നുമില്ല. കാരണം ഒരു മിഥുനെന്ന് പറഞ്ഞാൽ ഏകദേശം 1,00,000 രൂപയോളം വിലയുണ്ട്. ഒരു 5 മിഥുനെ കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിഥുനെ ഇവർ മേടിച്ച് ബലി അർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ രോഗമൊട്ട് സുഖപ്പെടുന്നുമില്ല, കയ്യിലുള്ള പൈസയും പോയി. ആ സമയത്താണ് ഈ പ്രേംഭായി ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരും സുഖപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പൂജാരിമാർക്ക് പണിയില്ലാതായി. പൂജാരിമാർ തീരുമാനിച്ചു, നമുക്ക് പ്രേംഭായി വകവരുത്താം. അങ്ങനെ പ്രേംഭായിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു ഒരു മീലിന് വേണ്ടി. പ്രേംഭായി ആര് മീലിന് ക്ഷണിച്ചാലും പ്രേംഭായി അങ്ങോട്ട് ചെല്ലും, സന്തോഷത്തോടെ ചെല്ലും, ആരെയും നിന്ദിക്കത്തില്ല. പ്രേംഭായി അവിടെ ചെന്ന ഉടനെ അവർ ഈ അപ്പുങ് എന്ന് പറഞ്ഞ ലോക്കൽ വൈന അവർ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ സംസ്കാരം അനുസരിച്ച് ആര് വീട്ടിൽ വന്നാലും ആദ്യം കൊടുക്കുന്നത് അപ്പുങ്. പ്രേംഭായി വന്നപ്പോഴേ പ്രേംഭായിക്ക് അപ്പുങ് ഈ ഒരു ഗ്ലാസ്സിൽ അപ്പുങ് എടുത്തു കൊടുത്തു. പ്രേംഭായി കുടിക്കുന്നതിന് മുമ്പ് പ്രേംഭായി അത് ആസ്വദിക്കും. കാരണം പ്രേംഭായിയുടെ പ്രേംഭായി എന്ത് സാധനം ഭക്ഷിക്കുന്നു, എന്ത് സാധനം കുടിച്ചാലും പാനം ചെയ്താലും അതുപോലെ എന്ത് സാധനം കഴിച്ചാലും അത് ആദ്യമേ പ്രാർത്ഥിച്ചതിന് ശേഷമേ കഴിക്കത്തുള്ളൂ. പ്രേംഭായി ഇത് കയ്യിൽ മേടിച്ചു, ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ആ സാധനം എല്ലാവരുടെ മുമ്പ് വെച്ച് പൊട്ടി അങ്ങ് തെറിച്ചു. അപ്പോഴേ പെട്ടെന്ന് ഈ പൂജാരിമാരെല്ലാം പറഞ്ഞു, പ്രേംഭായി പറയുന്ന ദൈവം സത്യദൈവമാ, പ്രേംഭായി നീ പ്രഘോഷിക്കുന്ന ദൈവം സത്യദൈവമാ, കാരണം ഞങ്ങളതിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. നൂറുകണക്കിന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഒരിക്കലൊരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ വിധവയായ ഒരു സ്ത്രീ ചോദിച്ചു, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, പക്ഷേ നിങ്ങളുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും.
എങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? 15 വയസ്സ് പ്രായമുള്ള അവൾ 1.5 വർഷമായി തളർന്നു കിടക്കുകയാണ്. അവൾക്ക് തനിയെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഞങ്ങൾ ആ സ്ത്രീയുടെ കൂടെ അവരുടെ ഗ്രാമത്തിൽ പോയി അവർക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവൾ സൗഖ്യം പ്രാപിച്ചു. അവൾ നടക്കുവാൻ തുടങ്ങി. ഈ സുഖക്കേടുകാരോട് പുള്ളിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. എവിടെ വെച്ച് ഒരു ആൾ സുഖക്കേട് കണ്ടാലും പെട്ടെന്ന് അവരെ പൊക്കി ആശുപത്രിയിൽ കൊണ്ടുപോകും, അവരെ സഹായിക്കുകയും അതുപോലെ എല്ലാ രീതിയിലും പുള്ളി വളരെ വളരെ അധികമായിട്ട് മിഷനെ സഹായിച്ചതാണ്. വലിയ കാര്യമായിട്ട് അരുണാചൽ ആൾക്കാരെ വളരെയധികം സ്നേഹിച്ച് ജോലി ചെയ്തു. വനത്തിലൂടെയുള്ള യാത്രാമധ്യേ പലപ്പോഴും വന്യമൃഗങ്ങളുടെ ഇടയിൽപ്പെടാറുണ്ട്. 2 പ്രാവശ്യം എന്നെ കാട്ടാന ആക്രമിച്ചിട്ടുണ്ട്. 1/2 കിലോമീറ്ററോളം കാട്ടാന എന്നെ പിന്തുടർന്നു. ഞാനപ്പോൾ കമിഴ്ന്നു വീണ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആന എന്നെ ചവിട്ടിക്കൊല്ലാൻ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ തല വേറൊരു വശത്തേക്ക് തിരിച്ചു വെച്ചു. അതുകൊണ്ട് എൻ്റെ തല തകർക്കാൻ ആനയ്ക്ക് സാധിച്ചില്ല. അതിനുശേഷം ആന എന്നെ തൊഴിക്കാൻ ശ്രമിച്ചു. എങ്കിലും അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഏകദേശം 15 മിനിറ്റോളം ഞാൻ ആനയുടെ ആക്രമണത്തെ നേരിടുകയായിരുന്നു. അപ്പോൾ ഒരു ലോറി ആ വഴി വന്നു. അതിന്റെ ശബ്ദം കേട്ട് ആന കാട്ടിനകത്തേക്ക് കയറിപ്പോയി. ഈ ആന ഇതിനു മുൻപ് ഈ വഴി വന്ന പല ആളുകളെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. കാരണം എൻ്റെ ബാഗിൽ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കർത്താവിൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബിഷപ്പ് പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈശോയുടെ തിരുശരീരം എപ്പോഴും കൂട്ടത്തിൽ കൊണ്ടുപോകാനായിട്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴും ഈശോയുടെ തിരുശരീരവുമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ പ്രത്യേക കൃപയാലും അനുഗ്രഹത്താലുമാണ് യേശു അരുണാചൽ പ്രദേശിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ കരുതുന്നു. കൃത്യമായി പറഞ്ഞാൽ അവരുടെ പീഡനങ്ങളുടെ കാലത്ത്. ഞങ്ങളിവിടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ അവരുടെ സംസ്കാരവും പാരമ്പര്യവും അങ്ങനെ തന്നെ നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അരുണാചൽ പ്രദേശിലേക്ക് പോകുമ്പോൾ അവരുടെ പാരമ്പര്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. കൂടാതെ അവരുടെ ഭാഷ പഠിക്കുകയും ആ ഭാഷയിൽ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവർ വളരെ സന്തോഷവാന്മാരാണ്. ഞങ്ങൾ കത്തോലിക്ക മിഷണറിമാർ ഒരിക്കലും അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കാറില്ല. പിന്നീട് ഈ പ്രേംബായിയുടെ ജീവിതത്തിൽ പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആയിരക്കണക്കിന് പിള്ളേരെ കുട്ടികളെ എടുത്ത് കൊണ്ടുപോയി പല സ്കൂളുകളിൽ ആക്കി. ആ സ്കൂളുകൾ അവരെയൊക്കെ ഒന്ന് പഠിപ്പിക്കുവാനായിട്ട് പ്രേംബായുടെ കയ്യിൽ പൈസയൊന്നുമില്ല. പ്രേംബായി ഇങ്ങനെ ഓരോരുത്തരും കാണുമ്പം ചോദിക്കും, 5 രൂപ തരാവോ, 10 രൂപ തരാവോ, ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ നമുക്ക് പിള്ളേരുടെ, കാരണം ഈ പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പൈസയില്ല. ബ്രദർ പ്രേംബായിയുടെ കൂട്ടത്തിൽ ജീവിച്ച്, തീരെ ചെറുപ്പത്തിൽ തന്നെ ജീവിച്ച്, വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പ്രേംബായി എടുത്തു വളർത്തി ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്ന അമൻ, താദർ അമൻ. ബ്രദർ പ്രേംബായി ഞങ്ങളുടെ ജീവനാണ്. പ്രേംബായിയുടെ പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹത്താലും എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. എനിക്ക് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ വിവാഹിതനാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. പ്രേംബായിയുടെ ആഗമനത്തോടെ ഈ അരുണാചൽ പ്രദേശ് സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറഞ്ഞു. എല്ലാവർക്കും നന്ദി. അത്ഭുതങ്ങളിലൂടെയും സൗഖ്യങ്ങളിലൂടെയും ഇവിടെയുള്ള ജനങ്ങൾ ഈശോയെ ശരിക്കും അനുഭവിച്ചറിയുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ശാന്തതയും സമാധാനവും അവർ അനുഭവിച്ചറിയുന്നു. ഈ സമാധാനവും സ്നേഹവും സന്തോഷവും നൽകുന്നത് പരിശുദ്ധാത്മാവാണെന്ന് അവർ തിരിച്ചറിയുന്നു. ബ്രദർ പ്രേംബായി അരുണാചലിൽ വന്ന ആദ്യ മിഷണറിയാണ്. അദ്ദേഹം അരുണാചലിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു.
അരുണാചലിലെ മുക്കിലും മൂലയിലും ദൈവജനം എത്തുവാൻ അദ്ദേഹം ഒത്തിരി പ്രയത്നിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടും ഉറങ്ങിയും ഒരുമിച്ചായിരുന്നു. ആ ഓർമ്മകൾ ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നു. ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഇടയിലേക്ക് അദ്ദേഹം ഒരേപോലെ ഇറങ്ങിച്ചെന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പ്രത്യേകിച്ച് ദുരിതം അനുഭവിക്കുന്നവർക്കും ദുഃഖിതർക്കും അദ്ദേഹം ഒരു ആശ്രയമായിരുന്നു, ഒരു പുണ്യപുരുഷൻ. അതുപോലെ തന്നെ ഒരു തവണ അദ്ദേഹം ബമീൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടെ ഒരു ഉൾഗ്രാമങ്ങളിലേക്ക് പോവാണ്. കാരണം പകൽ മുഴുവൻ എവിടെയെങ്കിലും ഗുഹയ്ക്കകത്തോ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കും. രാത്രിയിലാണ് പ്രേംബായുടെ മിഷൻ മുഴുവൻ. അങ്ങനെ രാത്രിയിൽ അദ്ദേഹം അടുത്ത ഗ്രാമത്തിലേക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള 2-3 പേര് വേറെ ആ ഗ്രാമത്തേക്ക് പോകാനുള്ള കുറച്ച് പേര് മുമ്പിൽ പോയിട്ടുണ്ട്. അവർ തിരികെ വന്നിച്ച് പറഞ്ഞു, പ്രേംബായി പോകണ്ട, കാരണം നല്ല മഴയാണ്, നദി കരകവിഞ്ഞൊഴുകുന്നു, പാലം ഒഴുകിപ്പോയി, അതുകൊണ്ട് പ്രേംബായി പോകണ്ട. പ്രേംബായി പറഞ്ഞു, പേടിക്കണ്ട, തമ്പുരാനല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ളത്, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. അങ്ങനെ പ്രേംബായും അതേപോലെ ഇവർ 5-6 പേരും ഉണ്ട്. ഇവർ ഈ നദിക്കരയിൽ ചെന്നു. ഏകദേശം രാത്രി ഒരു 1 മണി 1:30 2 മണിയായി. അവിടെ ചെന്നേച്ച് പ്രേംബായി നിന്നേച്ച് കൈവിരിച്ച് ഇന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ മോശയ്ക്ക് നീ ഡ്രൈ ലാൻഡ് കൊടുത്തല്ലോ, എനിക്ക് ഡ്രൈ ലാൻഡൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എനിക്ക് നദിയൊന്ന് കടക്കണം, മുട്ടോളം ആക്കി തരണേ വെള്ളം, നിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞ് തീർന്ന് ആ കയ്യിലിരുന്ന വടിയൊന്ന് വെള്ളത്തിലേക്ക് കൂട്ടി ഈ വെള്ളം 2 മതിലായിട്ട് മാറി നിൽക്കുക. യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശിലെ പർവ്വതങ്ങൾക്ക് മുകളിൽ സ്വർഗം പ്രേംഭായിയിലൂടെ ഒരു ഇതിഹാസം രചിക്കുകയായിരുന്നു. സംഭവിച്ചത് അരുണാചൽ നിവാസികൾക്കു വേണ്ടി ദൈവവുമായി നടത്തിയ ഒരു പുതിയ ഉടമ്പടിയുടെ നേർക്കാഴ്ചയായിരുന്നു. അതായത് മുട്ടോളം, കറക്റ്റ് മുട്ടോളം വെള്ളം. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞ് കറക്റ്റ് വെള്ളം മുട്ടോളമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പ്രേംബായി ഈ കൂട്ടരും കൂടെ ഇവർ നദി ക്രോസ് ചെയ്തു, അപ്പുറത്ത് ചെന്നു. നദി വീണ്ടും പഴയ പോലെ തന്നെ ഒഴുകി. എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസം അരുണാചലിൽ പുള്ളി അദ്ദേഹം നിൽക്കാറില്ല. കാരണം ആ സമയങ്ങളിൽ പല രാജ്യങ്ങളിലേക്കും അദ്ദേഹം ഒന്ന് റോമിന് പോകും, അല്ലെങ്കിൽ പല രാജ്യത്തേക്കും പോകും. കാരണം ഈ സമയത്ത് മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് ഈ അരുണാചലിൽ ഒട്ടും മിഷൻ പ്രവർത്തനം സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹം ആ 2008 നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ശ്രീലങ്കയ്ക്ക് പോവുക. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു 2-3 ദിവസം മുമ്പ് പെട്ടെന്ന് വന്നു, പരിപാടി ക്യാൻസൽ, മാറ്റണം, പരിപാടി അങ്ങനെയല്ല പോകേണ്ടത്, ഒരു 5-6 ദിവസത്തിനുള്ളിൽ പരിപാടി. ആദ്യം പോയി കുളന്തസ്വാമി അച്ഛനെ കാണണം. ബൊങ്കിഗാൻ എന്ന ഡയസിസിലാണുള്ളത് ആസാമിലെ. അവിടെ ചെന്ന് കുളന്തസ്വാമി അച്ഛൻ്റെ അടുത്ത് ചെന്നിച്ച് പറഞ്ഞു, അച്ഛ, എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു, അച്ഛനെ കാണണം, അച്ഛനോട് നന്ദി പറയണം. അങ്ങനെ പെട്ടെന്ന് ഞാൻ അച്ഛനെ നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. അച്ഛനോട് നന്ദി പറഞ്ഞു, വർത്താനം പറഞ്ഞു, ഇനി എനിക്ക് പോകേണ്ടത് സിസ്റ്റർ ഇവങ്കലിയൻ്റെ കൂടെയാണ് ആദ്യമേ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രേംബായി അറിഞ്ഞു ഈ ഇവങ്കലിയോ സിസ്റ്റർ തൃച്ചി പ്രൊവിൻഷ്യേജിലുണ്ട്. അങ്ങനെ പ്രേംബായി പെട്ടെന്ന് അവിടുന്ന് തൃച്ചിക്ക് വന്നു. തൃച്ചി വന്ന് സിസ്റ്ററിനെ കണ്ടിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് പരലോകത്തെക്കുറിച്ചുള്ള വിഷൻ കണ്ടു തുടങ്ങി, ഇനി അധികം ദിവസമൊന്നും ഞാൻ ഈ ലോകത്തില്ല, എല്ലാ ഉപകാരങ്ങൾക്കും ദൈവം പ്രതിഫലം തരുമെന്ന് സിസ്റ്ററിനോട് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇനി നമ്മൾ കാണത്തില്ല എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് നേരെ സ്വന്തം വീട്ടുകാരുടെ അടുത്തേക്ക് പോയി, ബോംബെയിലേക്ക്. അവിടെ ചെന്ന് അവരോട് യാത്രയെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പ്രേംബായി ശ്രീലങ്കയ്ക്ക് പോകുന്നത്. ശ്രീലങ്കയിലേക്കുള്ള സാധാരണയായ ഒരു യാത്രയായിരുന്നില്ല അത്. ശ്രീലങ്കയിൽ എത്തിച്ചേർന്ന ആ ദിവസം ഏകദേശം വൈകുന്നേരം ഹൃദയാഘാതം മൂലം പ്രേംഭായി മരിച്ചു. എന്തുകൊണ്ടാണ് പ്രേംഭായിയുടെ അവസാന നിമിഷം അരുണാചലിൽ വെച്ച് സംഭവിച്ചില്ല എന്നത് വെറും ഒരു യാദൃച്ഛികമായിരുന്നില്ലെന്നിരിക്കണം. അപ്പോഴേക്കും ഈ ദുഃഖവാർത്ത അരുണാചൽ നിവാസികളുടെ ചങ്കുപിടയ്ക്കുന്ന വേദനയായി മാറിക്കഴിഞ്ഞിരുന്നു.
പ്രേംഭായി ഞങ്ങളെ വിട്ടുപോകരുതേ എന്ന കൂട്ട നിലവിളികളായിരുന്നു ഓരോ വീട്ടിൽ നിന്നും ഉയർന്നത്. പ്രേംഭായിയുടെ ആത്മാവ് ഈശോയുടെ അടുത്താണ്. ഞങ്ങളെ ഒത്തിരി സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. പ്രേംഭായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ശാന്തിയും സമാധാനവും കൊണ്ടുവന്നിട്ടുണ്ട്. ദുഃഖിതരെയും അശരണരെയും ഒക്കെ ചേർത്ത് പിടിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു പ്രേംഭായി. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന എൻ്റെ പുറയിൽ കാണുന്ന ഈ പള്ളിയിൽ ആണ് ബ്രദർ പ്രേംഭായിയുടെ കബറിടം. ഈ സ്ഥലത്തിൻ്റെ പേര് ബന്ദർദേവ എന്നാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു ബ്രദർ അരുണാചലിലെ ആൾക്കാരുടെ ഹൃദയം കവർന്ന് ഇന്നും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ താമസിക്കുന്നു. പ്രേംഭായിയുടെ മധ്യസ്ഥം വഴി ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് സുഖപ്പെട്ടു പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മനസമാധാനത്തോടുകൂടി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നോർത്ത് ഈസ്റ്റില് ഒരു കറുത്ത ഒരു മനുഷ്യൻ, കാണാൻ സുന്ദരനല്ലാത്തൊരു മനുഷ്യനെ ഈ മനുഷ്യർ മൊത്തം സ്വീകരിച്ച് ഹൃദയത്തിൽ ഇന്നും വെച്ചിരിക്കുന്നത് ഈശോയുടെ ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ്. അതാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഒരു പ്രേംഭായിനെ ആകാൻ പറ്റും. പക്ഷേ എന്നെ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, എനിക്ക് ആകാൻ പറ്റുന്നതല്ല. ഇന്നും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നതിൻ്റെ 1% പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നു, ബ്രദർ പ്രേംഭായിനെ എൻ്റെ ജീവിതത്തിൽ ഒരു മാതൃകാ മിഷണറി ആയിട്ട് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തോടെ എനിക്കിത്രേ പ്രാർത്ഥിക്കാനുള്ളൂ. ദൈവമേ, പ്രേംഭായിനെ അങ്ങ് ഈ അരുണാചലിലേക്ക് വിട്ടു. പ്രേംഭായി വഴിയായിട്ട് ഒത്തിരി അത്ഭുതങ്ങൾ ഈ അരുണാചലിൽ നടന്നു. ഇനിയും ദൈവമേ, എനിക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാനുള്ളതേ ഉള്ളൂ. ഈ പ്രേംഭായിയുടെ കബറിടം ഇരിക്കുന്ന, ബ്രദർ പ്രേംഭായിയുടെ ശരീരം ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു പുണ്യ സ്ഥലമായിട്ട് മാറ്റുവാനായിട്ട് ദൈവമേ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ബ്രദർ പ്രേംഭായിനെ എത്രയും പെട്ടെന്ന് അങ്ങയുടെ സ്വർഗരാജ്യത്തിൽ, എനിക്ക് ഉറപ്പുണ്ട് ബ്രദർ പ്രേംഭായി സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത്. എങ്കിലും മനുഷ്യരുടെ ഉള്ളിൽ ഇനിയും ഒരു വിശുദ്ധൻ്റെ പദവിയിലേക്ക് ബ്രദർ പ്രേംഭായിനെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇതാണ് അരുണാചൽ പ്രദേശിന്റെ അപ്പോസ്തോലനായ പ്രേംഭായിയുടെ ജീവചരിത്രം.